ബന്ദ്, ദേശീയ പണമുടക്ക്, ജനങ്ങളെ ദേശീയമായി ദ്രോഹിക്കുക. പക്ഷെ നമ്മുടെ കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ ബന്ധും പണിമുടക്കും ഒക്കെ. ജനങ്ങൾക്ക് ഒരു പ്രയോജനം, എന്തിനു വേണ്ടിയാണ് ഈ സമരം നടത്തിയിരിക്കുന്നതെന്ന് പോലും അറിയാത്തതാണ് പകുതിയിലധികം. അതായത് നമ്മുടെ യുവതലമുറയിലെ ഒരു മുക്കാൽ പങ്കും അറിഞ്ഞുകൂടാ എന്തിനാണ് ഈ സമരം, അല്ലെങ്കിൽ എന്തിനാണ് ഈ ദേശീയ പണിമുടക്കുന്നത്. അല്ല, ആർക്കു വേണ്ടിയാണ് സത്യത്തിൽ ദേശീയ പണിമുടക്ക് നിങ്ങൾ നടത്തുന്നത്? ശരി, പണിമുടക്ക് നടത്താം, ഒരുപാട് സമരങ്ങൾ കണ്ടിരിക്കുന്ന നാടാണ് നമ്മളേത്. പക്ഷെ അതിന് ജനങ്ങളെ ദ്രോഹിച്ചാണോ? എന്തുകൊണ്ട് നിങ്ങൾ മന്ത്രിയുടെ വീട്ടിലേക്കും ഈ പറയപ്പെടുന്ന മേലാളന്മാരുടെ വീട്ടിലേക്കും കരിങ്കൊടി കാഴ്ക്കുകയും കരിയോയിൽ ഒഴിക്കുകയും അവർ വരുന്ന വാഹന വ്യൂഹങ്ങളിലൊക്കെ കരിയോയിൽ ഒഴിക്കൂ, അവരെയൊക്കെ പിടിച്ച് പുറത്തിറക്കൂ വീട്ടിൽ നിന്ന്? എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? പകരം ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ആരെയാണ് മണ്ടന്മാരാക്കുന്നത്? ഡയസ്നോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റേ അവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും മേല, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയാണ്. തിരിഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ എന്നിരുന്നാലും ഒന്ന് ചോദിക്കട്ടെ, ഈ ഡയസ്നോണും പ്രഖ്യാപിച്ച് ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ ഈ ഓഫീസിൽ കൊണ്ട് കയറ്റിയിട്ട് ഈ പറയപ്പെടുന്ന സമരക്കാരുടെ ആക്രോശം ഒന്ന് കാണണം. ഏതാണ്ട് എന്തോ വലിയ കൊലപാതകം ചെയ്ത മട്ടിലാണ്. അവർ പോലീസുകാരന്മാരെ പോലെയാണ് ഓരോരുത്തർമാരും വന്നിരുന്ന്, യൂണിയന്റെ നേതാക്കന്മാർ വന്നിരുന്ന് കോളറെ പിടിച്ച് വലിച്ചു പുറത്തിറക്കുന്നത്, പാവപ്പെട്ട മീൻകാരുടെ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് പറയുക. ഇതൊക്കെ എവിടെ നടക്കും? ഇവിടെ നടക്കും, കേരളത്തിൽ നടക്കും. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ഇവന്മാർക്ക് ഒരു കാലത്തും വോട്ട് കൊടുക്കരുത്, ഒരു കാലത്തും. ജനദ്രോഹികളാണ് ഇവന്മാര്.